ഹായ്, നമ്മളിന്ന് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ജസ്റ്റ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചീരുള്ളി, വെളുത്തുള്ളി, കറി ലീഫ്, ഇത് നമ്മുടെ ചപ്പ്. അപ്പോൾ ഈ മെയിൻ സാധനങ്ങളാണ് നമുക്കിതിൽ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ഈ കറിവേപ്പിലയും ചീരുള്ളിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് കുറച്ച്, കാരണം നമ്മളിത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാനും ബീഫ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നമ്മൾ ആവശ്യത്തിന് നമുക്കത് ചൂടാക്കി ഉപയോഗിക്കാം. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ്, നമ്മളിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട കറിവേപ്പിലയിലൊന്നും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ കഴുകിയിട്ട് ഒരു അരിപ്പയിൽ കോരി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യണം. നല്ലൊന്ന് വാടി വെന്ത ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്നുകൂടെ വേവട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗാർലിക്, അതായത് നമ്മളെ ഗാർലിക് നമ്മളതിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് സോട്ടായി വന്ന ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ശകലം മതി, കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചതിൽ ഇട്ടിട്ടുണ്ട്. ദെൻ ഒരു ശകലം മുളക് പൊടി, ദെൻ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെപ്പർ പൗഡറാണ്. അപ്പോൾ പെപ്പർ പൗഡർ ഞാൻ ആദ്യം 1 ടീസ്പൂൺ ഇടുന്നുണ്ട്, കാരണം നമ്മളിത് ബീഫ് ഇട്ട ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പം ഒരു 2.5 ടീസ്പൂണ് പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബീഫാണ്. ബീഫ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 5 വിസിലടിച്ചാൽ തന്നെ നമ്മളെ ബീഫ് വേവും. അപ്പം ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ചട്ടിയിലോട്ട് കോരിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ബീഫെല്ലാം അതിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് അതിൻ്റെ ഫൈനൽ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാനുണ്ട്. നമ്മുടെ മല്ലിയില, ഓക്കെ, ജസ്റ്റ് അതൊന്നിട്ടിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.